ഹലോ ഗായ്സ്, ഞാൻ ദേവിക. ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ എൻ്റെ ഗാർഡൻ സെറ്റാക്കാനായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്തിരുന്നു. ട്രോപ്പിക്കൽ റീജിയൻ സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ഒരു 5-6 പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിൽ കൂടുതൽ ലീഫി പ്ലാന്റ്സ് തന്നെയാണ്, ഒരു ഓർക്കിഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസും അഗ്ലോണിമയാണ്. ഒരു 6 വെറൈറ്റീസാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. എക്സോട്ടിക് ഗാർഡൻ എന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. നല്ല പ്ലാന്റ്സ് ആണ്. നല്ല പാക്കേജിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കേജിംഗ് ആയിരുന്നു. തുറക്കാനൊക്കെ അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു. നല്ല പാക്കേജിംഗ് ആയിരുന്നു. നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം. അധികം വിലയുള്ളതൊന്നുമല്ല. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അവിടെ ഉള്ളത്. നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം. ഓക്കെ, എല്ലാം കൂടുതൽ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമയാണ്. അഗ്ലോണിമ സൂപ്പർ വെയിറ്റ് ആണ് ഞാൻ ഇപ്പോൾ ആദ്യം എടുക്കുന്നത്. നല്ല പ്ലാന്റ്, നല്ല മെച്ചുറാകുമ്പോൾ നല്ല വൈറ്റ് കളർ നന്നായിട്ട് കയറി വരുന്ന പ്ലാന്റാണ്. ഇപ്പോൾ ഗ്രീനിഷ് ആയിട്ട് ഇരിക്കണമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വൈറ്റ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റാണ്. ഇതാ രണ്ടാമത് ഫോക്സ് ടെയിൽ ഓർക്കിഡാണ്. നല്ല വലിയ പ്ലാന്റായിരുന്നു. 150 റുപ്പീസോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. നല്ല വലിയ പ്ലാന്റായിരുന്നു. വളരെ ഹാപ്പിയാണ്. നല്ല വലിയ പ്ലാന്റ് ആയിരുന്നു. അഗ്ലോണിമ 120 130 കൊണ്ടാണ് ആയത്. ഒരു സീഡ്ലിംഗ് ടൈപ്പാണ് ഇത്. ഫിലോഡെൻഡ്രോൺ ബ്ലാക്ക് കാർഡിനൽ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഒരുപാട് അങ്ങ് പടന്ന് കയറി പോണ ടൈപ്പല്ല. നല്ല ബുഷായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് വെറൈറ്റിയാണ്. അടിപൊളി പ്ലാന്റ് ആണ്. ആ കളറ് കൊണ്ടും ആ ലീഫിൻ്റെ സൈസ് കൊണ്ടും ആ ചെടി നല്ല ഭംഗിയായിട്ട് നിൽക്കും. നല്ല ബുഷായിട്ട് ഇരിക്കുന്ന ടൈപ്പാണ്. ബാക്കി ഫിലോഡെൻഡ്രോൺ പോലെ ഇങ്ങനെ പടന്ന് കയറി പോണ ടൈപ്പൊന്നുമല്ല. നിൽക്കുന്ന ഒരുപാട് അങ്ങ് ഹൈറ്റ് വയ്ക്കത്തൊന്നുമില്ല. ഉള്ള ഹൈറ്റിൽ നല്ല ബുഷായിട്ട് വലിയ ലീഫോടെ നിൽക്കും. ഓക്കെ, നമുക്ക് ബാക്കി പ്ലാന്റ്സ് ഒക്കെ നോക്കാം. നിങ്ങൾ പൊതുവേ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വലിയ പോട്ടിൽ തന്നെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് നടുക എന്നുള്ളതാണ്. ഇനിയും കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ് അവർ അയച്ചു തന്ന. നല്ല പ്ലാന്റ്സ് ആയിരുന്നു. നല്ല നമ്മളെ ബഡ്ജറ്റിന് നല്ല പ്ലാന്റ്സ് തന്നെ കിട്ടും. വലിയ പ്ലാന്റ്സ് തന്നെയാണ് കിട്ടിയത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ ചോക്കോ ഇംപ്രസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല പുതിയ ലീവ്സിന് നല്ല ചോക്ലേറ്റ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല പ്ലാന്റാണ്. നല്ല ബുഷായിട്ടൊക്കെ നിൽക്കുമ്പോൾ അതും നല്ല അത്യാവശ്യം ഒരു മദർ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു മെച്ചുർ പ്ലാന്റ് സൈസിലോട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് തന്നെ. ഇത് ഗോൾഡൻ സനഡു ആണ്. നല്ല പ്ലാന്റാണ്. വലിയ പ്ലാന്റ് ആയിരുന്നു. ഇത് ഫിലോഡെൻഡ്രോൺ റെഡ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല പ്ലാന്റാണ്. ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ കൊണ്ട് വ്യത്യസ്തമായ ഒരു ഇനം തന്നെയാണ്. അതിൻ്റെ വലുതാവും തോറും അതിൻ്റെ നടുക്കൊരു റെഡിഷ് ലൈൻസൊക്കെ വരും നടുക്ക്. ഫിലോഡെൻഡ്രോൺസൊക്കെ വളർന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ചിലത് ക്ലൈമ്പിങ് ചെയ്ത് പോകുന്ന വെറൈറ്റീസാണ്. ഈ ഫോക്സ് ടെയിൽ ഓർക്കിഡ് ഞാൻ വീണ്ടും എടുത്ത് നോക്കണ നല്ല ബുഷി പ്ലാന്റ് ആയിരുന്നു. നല്ല റൂട്ടൊക്കെ കണ്ട നല്ല അടിപൊളി റൂട്ടും ഒക്കെ കൊണ്ട് നല്ല വെറൈറ്റി ആയിരുന്നു. നല്ലൊരു പ്ലാന്റാണ്. ഒരു പിങ്കും വൈറ്റും കൂടെ ചേർന്ന് വരുന്ന ഒരു ഫോക്സ് ടെയിൽ ഓർക്കിഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഓക്കെ, നമുക്കിനി നട്ടത് കാണിച്ചു തരാം. നട്ടത് എടുക്കാൻ പറ്റിയില്ല. പോട്ടിംഗ് മിക്സ്ചറൊക്കെ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ഞാൻ നട്ട് കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ്. നിങ്ങൾ പരമാവധി വലിയൊരു പോട്ടിൽ തന്നെ നട്ട് വയ്ക്കാൻ ശ്രമിക്കണം. കാരണം ഇവരൊക്കെ നല്ല രീതിയിൽ ഇല സൈസാവുന്ന പ്ലാന്റുകളാണ്. ഈ അഗ്ലോണി മാത്രം ഞാൻ കുഞ്ഞു പ്ലാന്റ് പോട്ടിലാണ് നട്ടത്. ബാക്കിയെല്ലാം അത്യാവശ്യം വലിയ പോട്ടിൽ തന്നെ. കാരണം മിക്കതും വലിയ പ്ലാന്റ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് സനഡും ഒക്കെ വലിയ പ്ലാന്റ്, ചോക്കോ ഇംപ്രസും എല്ലാം നല്ല വലിയ പ്ലാന്റ്സ് ആയിരുന്നു കൂടുതലും. ഓർക്കിഡ് ഞാൻ ഇതുപോലെ കെട്ടി വയ്ക്കുകയാണ് ചെയ്തത്. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓർക്കിഡുകൾ നല്ല ബുഷായിട്ട് വളരാനും നല്ല വളർച്ചയ്ക്കും അതാണ് നല്ലത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്ലാൻസൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടണം. ഇതുപോലത്തെ പുതിയ പ്ലാൻസുമായിട്ടും വീഡിയോസുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതാണ്. പൂച്ചെടികളും ഇലച്ചെടികളും എല്ലാം കാണും എൻ്റെ വീഡിയോസിൽ. എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. രണ്ട് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ ഗായ്സ്, സീ യു ദെൻ.